وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതി 7ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 7ാം ഘട്ടത്തിൽ 3 സൂറത്തുകളാണ് നാം നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊരു സൂറത്തു സ്വഫ് നാം പഠിച്ചു കഴിഞ്ഞു. 2ാമത്തെ സൂറത്തുൽ ജുമുഅയാണ് നാം ഇന്ന് പഠനം ആരംഭിക്കുന്നത്. 11 ആയത്തുകളാണ് ഇതിലുള്ളത് എന്ന് മാത്രമല്ല, വിശ്വാസികളെന്ന നിലക്ക് ഏറെ പരിചിതമായ ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ ജുമുഅ. മനഃപ്പാടമാക്കിയവർ ഏറെയുണ്ടാകും. ഒന്നുമില്ലെങ്കിലും ആ സൂറത്തുകളുടെ അല്പഭാഗമെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നവരൊക്കെയാണ് ഞാനും നിങ്ങളും. 62ാം അധ്യായമായ സൂറത്തുൽ ജുമുഅയും 63ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂനുമായും നമുക്ക് ഏറെ അഭേദ്യ ബന്ധമുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജുമുഅ നമസ്കാരത്തിൽ 62 63 അധ്യായങ്ങൾ ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. സൂറത്തുൽ ജുമുഅയിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ യഹൂദികളെക്കുറിച്ച് ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. അതോടുകൂടെ സൂറത്തുൽ മുനാഫിഖൂനിൽ മുനാഫിഖീങ്ങളെക്കുറിച്ചും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് 62ാം അധ്യായമായ സൂറത്തുൽ ജുമുഅയുടെ പഠനം ആരംഭിക്കാം. അല്ലാഹു തആല പഠിക്കാനും പകർത്താനും വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ഓരോ ദിവസവും കഴിയുമ്പോൾ അടുക്കാനും, അങ്ങനെ നാളെ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹുവേ, നിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾ കുറച്ചൊക്കെ സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പഠന സമയങ്ങളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുമാറാവട്ടെ. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. യുസബ്ബിഹു ലില്ലാഹ്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത്. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ മലിക്, രാജാവായ, രാജാധിപതിയായ, അൽ ഖുദ്ദൂസ്, മഹാപരിശുദ്ധനായ, അൽ അസീസ്, പ്രതാപശാലിയായ, അൽ ഹക്കീം,
അഗാധജ്ഞനായ. വിശദീകരിക്കേണ്ടതില്ല. ആകാശഭൂമികൾ തസ്ബീഹ് ചെയ്യുന്നതിനെക്കുറിച്ച് മുമ്പുള്ള പല സൂറത്തുകളിൽ നാം വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം, അള്ളാഹുവിന് വിവിധങ്ങളായ മഹനീയമായ പേരുകളുണ്ട്. ആ പേരുകളെ കുറിച്ച് സൂറത്തുൽ ഹഷറിൽ 15-ലേറെ അള്ളാഹുവിൻ്റെ അസ്മാകളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഈ 4 പേരുകളും സൂറത്തുൽ ഹഷറിൽ നാം പഠിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഇത്തരം അസ്മാകളൊക്കെ ഏറ്റവും മഹോന്നതമാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അള്ളാഹു തആല പറഞ്ഞതാണ്, എൻ്റെ അസ്മാകൾ മുഖേന നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ മലിക്കായ, അതുപോലെ ഖുദ്ദൂസായ, അസീസായ, ഹക്കീമായ അള്ളാഹുവേ, റഹ്മാനായ റബ്ബിന്റെ ഈ പേരുകൾ മുഖേന അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് തവസ്സുലിന്റെ ഒരു ഇനമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഒന്നുകൂടെയാണ് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ 4 വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് പറയാ. ഹുവ, അവൻ. ആര്? മലിക്കുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹക്കീമായ ആ അള്ളാഹു. ഹുവ, അവൻ. അല്ലദീ, ഒരുവനാണ്. എങ്ങനെയുള്ളവനാണ്? ബഅസ, നിയോഗിച്ചിരിക്കുന്നു. ബഅസ, നിയോഗിച്ചു അല്ലെങ്കിൽ അയച്ചു. ഫിൽ ഉമ്മിയീന, ഉമ്മിയ പറഞ്ഞാൽ അക്ഷരജ്ഞാനമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ആൾക്കാണ് ഉമ്മിയ് എന്ന് പറയാം. അതിന്റെ ബഹുവചനമാണ് ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്തവർ. ഫിൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനം, വിദ്യാഭ്യാസം, എഴുത്തും വായനയും അറിയാത്തവരിൽ നിയോഗിച്ചവനാണ്. ആരെ നിയോഗിച്ചു? റസൂലൻ, ഒരു റസൂലിനെ, ഒരു ദൂതനെ. ആരിൽ നിന്നുള്ള റസൂല്? മിൻഹും, അവരിൽ നിന്നുള്ള. എവരിൽ നിന്നുള്ള? ഉമ്മിയീങ്ങളിൽ നിന്നുള്ള. അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഓത്തും അറിയുമായിരുന്നില്ല, എഴുത്തറിയില്ല, വായന അറിയില്ല. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഖ്റ, നബിയെ വായിക്കുക, നബിയെ ഓതുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്ത മറുപടി, മാ അന ബിഖാരിഅൻ, എനിക്ക് ഓത്തറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ ഓതുമെന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ല, എഴുതാനോ വായിക്കാനോ അറിയാത്ത പ്രവാചകനാണ്. എന്ന് മാത്രമല്ല, ആ നാട്ടുകാരും അങ്ങനെയായിരുന്നു. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് ഉമ്മിയായ പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ടോ യത്ലു, ആ പ്രവാചകൻ ഓതിക്കൊടുത്തു, അലൈഹിം, അവരുടെ മേൽ. എഴുത്തും വായനയും അറിയില്ല, ആ പ്രവാചകനാക്കി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആ സമൂഹത്തിന്റെ മേൽ യത്ലു, ആ പ്രവാചകൻ ഓതിക്കൊടുത്തു. ഓതിക്കൊടുത്തിട്ട് എന്താ ചെയ്തത്? വെറും ഓതി കൊടുക്കുക മാത്രമാണോ ചെയ്തത്? വിശുദ്ധ ഖുർആൻ അവതരിച്ചത് വെറും കൂലി വാങ്ങാൻ, ഓതി പ്രതിഫലം വാങ്ങാൻ വേണ്ടി മാത്രമല്ല. യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് തന്റെ ആയത്തുകൾ, ലക്ഷ്യങ്ങൾ ആ പ്രവാചകൻ ഓതിക്കൊടുത്തു. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിലൂടെ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്തു. ഏത് സമൂഹത്തെ? അക്ഷരജ്ഞാനമില്ലാത്ത ആ സമൂഹത്തെ. കൊള്ളയും കൊലയും വ്യഭിചാരവും കള്ളുകുടിയും അങ്ങനെ ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ ആ തോന്നിവാസങ്ങളിൽ മുഴുവനും ഒഴുകിയിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിലൂടെ ആ പ്രവാചകൻ എന്ത് ചെയ്തു? യുസക്കീഹിം, തസ്കിയത്ത് ചെയ്തു, സംസ്കരിച്ചെടുത്തു, പരിവർത്തിപ്പിച്ചെടുത്തു, ഏറ്റവും സംസ്കാര സമ്പന്നരാക്കി അവരെ മാറ്റിയെടുത്തു. ഏത് മുഖേന? അള്ളാഹുവിന്റെ ആയത്തുകൾ മുഖേന. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മയും എന്ത് ചെയ്യണം? സംസ്കരിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും സൂറത്തുകളും പഠിച്ചു കഴിയുമ്പോൾ നമുക്കും മാറ്റങ്ങൾ ഉണ്ടാകണം. മാനസികമായി, ശാരീരികമായി, ആരാധനകളുടെ വിഷയത്തിൽ,
അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ, പരലോക ചിന്തയെക്കുറിച്ച് അങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയുള്ളതാണ്? അത് തസ്കിയത്തിന് വേണ്ടിയുള്ളതാണ്, സംസ്കരണത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നർത്ഥം. എന്നിട്ട് ആ പ്രവാചകൻ വയുഅല്ലിമുഹും, അവരെ പഠിപ്പിക്കുകയും ചെയ്തു, അൽ കിതാബ, വേദഗ്രന്ഥവും, വൽ ഹിക്മത, വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണവൻ. വഇൻ കാനൂ, അവരാണെങ്കിൽ, മിൻ ഖബ്ലു, മുമ്പ്, ലഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ സ്പഷ്ടമായ വഴിപിഴവിലായിരുന്നു അവർ മുമ്പുണ്ടായിരുന്നത്. തീർച്ചയായും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം തോന്നിവാസങ്ങളും അക്രമവും അനീതിയും അധർമ്മവും ഉണ്ടായിരുന്നുവോ അതിലൊക്കെ ഏറ്റവും മുന്നിട്ട് നിന്ന സമൂഹമായിരുന്നവർ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അവർ അതിനു മുമ്പ് ഏറ്റവും വ്യക്തമായ വഴിപിഴവിൽ തന്നെയായിരുന്നു. ആ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ മുഖേന സംസ്കരിക്കുകയും അതവർക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഉമ്മിയായ ഒരു പ്രവാചകനെ, ഉമ്മിയാകുന്ന ഓത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഈ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മീയങ്ങളിലേക്ക്, അക്ഷരജ്ഞാനമില്ലാത്തവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവുമെല്ലാം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഉമ്മീയകളിലേക്കാണ് അയച്ചത്. ആ ഉമ്മീയകളെ ആരെക്കുറിച്ചാണത് പറഞ്ഞത്? സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തെക്കുറിച്ചാണ്. അപ്പൊ അവരിലേക്ക് മാത്രമുള്ളതാണോ പ്രവാചകൻ? അല്ലെ? അപ്പൊ ആയത്തിൽ നിന്ന് തോന്നുക എന്താണ്? ഉമ്മീയകളിലേക്കാണ് നിയോഗിച്ചത്. അഥവാ സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രിയപ്പെട്ട പ്രവാചകനെ കേൾക്കുകയും റസൂലുള്ളാഹിന്റെ അരികെ വരികയും ആ കാലഘട്ടത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്ത ആ ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ച പ്രവാചകനാണ് എന്നാണ് ആ ആയത്തിൽ നിന്ന് മനസ്സിലാകുക. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്നു, അല്ല, അവരിലേക്ക് മാത്രം നിയോഗിച്ചവരല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാറുണ്ട് അവസാന പ്രവാചകനാണ്, അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ ആളുകളിലേക്കും നിയോഗിച്ച പ്രവാചകനാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണെന്ത്? മൂന്നാമത്തെ ആയത്ത്, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. ആ ഉമ്മീയകളിലേക്ക് മാത്രം നിയോഗിച്ചവനല്ല, അവരിൽ നിന്നുള്ള വേറെ ആളുകളിലേക്കും, ആഖരീന വേറെ ആളുകളെയും പഠിപ്പിക്കുവാനാണ് മറ്റുള്ളവരിലേക്കും നിയോഗിച്ചു. മിൻഹും അവരിൽ നിന്നുള്ള മറ്റുള്ളവരിലേക്കും നിയോഗിച്ചവരാണ് ആ പ്രവാചകൻ. ലമ്മാ യൽഹഖൂ ബിഹിം, അവർ ഇവരുമായി എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടില്ല, പരസ്പരം ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനത്തെ എത്തിച്ചേർന്നിട്ടില്ലാത്ത, ചേർന്ന് കഴിഞ്ഞിട്ടില്ലാത്ത മറ്റു ചില ആളുകളിലേക്കും നിയോഗിച്ചവനാണ്. വഹുവൽ അസീസുൽ ഹകീം, ആ അല്ലാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനമുള്ളവനുമാകുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന് പറഞ്ഞത് ഇതുവരെയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത, ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ പ്രവാചകൻ ബാധകമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ അധ്യാപനങ്ങളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും അത് പാലിക്കുവാനും അംഗീകരിക്കുവാനും അവസാന നാള് വരെ വരുന്ന മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ് എന്നാണ് ആ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ ആയത്ത്, ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. ذَلِكَ, അത്, ഫദ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ ദയയാണത്. യുഅ്തീഹി, അവനത് നൽകും, മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു, അല്ലാഹു, ദുൽ ഫദ്ലി, അവൻ ദയയുള്ളവനാണ്, അൽ അലീം, വമ്പിച്ച ദയാലുവാനാണവൻ, അനുഗ്രഹശീലമുള്ളവനാണ്, അനുഗ്രഹശാലിയാണവൻ. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്നു,
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അള്ളാഹുവാകട്ടെ ഏറ്റവും വലിയ അനുഗ്രഹശാലിയുമാകുന്നു എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു പ്രവാചകനാകുക എന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും ഒന്നും അറിയാത്തവരായിരുന്നു. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പ്രവാചകത്വം നൽകി, വേദഗ്രന്ഥങ്ങൾ നൽകി, ദിവ്യബോധനങ്ങൾ നൽകി. അതൊക്കെ അള്ളാഹുവിന്റെ അതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് നൽകുന്നവൻ അള്ളാഹുവാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തറവാടിന്റെ മഹിമ കൊണ്ടോ? കാരണം ആ നാട്ടിലുള്ള ആളുകൾ എന്ന് ചോദിച്ചതാണ്. കാരണം മുഹമ്മദിനേക്കാളും വലിയ തറവാടിത്തമുള്ള, ജനങ്ങളുടെ മുമ്പിൽ വലിയ അംഗീകാരമുള്ള, സ്ഥാനമാനങ്ങളുള്ള, എല്ലാ നിലക്കും അതിന് ആ നാട്ടിൽ അവകാശികളായി കണക്കാക്കപ്പെടുന്ന വലിയ ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ഒന്നും പ്രവാചകനായിട്ട് അല്ലാഹു തആല തിരഞ്ഞെടുത്തില്ല. ആ സ്ഥാനം അല്ലാഹു തആല നൽകിയതാർക്കാണ്? എഴുത്തും വായനയും അറിയാത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അപ്പൊ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ തറവാടിന്റെ മഹിമ കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല ഈ നുബുവത്തും റിസാലത്തും എന്നാണ് ആ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് അല്ലാഹു തആല നൽകുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ, ആ പ്രിയപ്പെട്ട പ്രവാചകൻ ഓതിത്തന്ന വിശുദ്ധ ഖുർആൻ, അത് പഠിക്കാനും അത് പകർത്താനും അത് മുഖേന യുസക്കീഹിം എന്ന് പറഞ്ഞില്ലേ, തസ്കിയത്തുള്ളവരായി മാറാനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.